നാം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാം പാഠഭാഗമായ ആംഗിൾസ് അഥവാ കോണുകൾ എന്ന പാഠഭാഗമാണ്. ഈ ഒരു പ്രോബ്ലത്തിൽ ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ നമ്മളോട് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഞാൻ അത് കൃത്യമായിട്ട് ഡയറക്റ്റ് വരക്കുന്നില്ല, നിങ്ങളെ ഗൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ കാണുന്ന അതേ സമയം തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ട് വരച്ച് നോക്കണം. സോ ഇവിടെ എന്താ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്, ഒരു 5 വശമുള്ള ഷേപ്പാണ്. അപ്പം 5 വശമുള്ള ഷേപ്പ് വരക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഒരു സർക്കിൾ വരക്കുക. ആ സർക്കിളിന്റെ ഒരു സെന്റർ ഉണ്ടാവും. ആ സെന്ററിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരക്കുക അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കറിയാം ഇവിടെ ടോട്ടൽ ആകെ ഉള്ളത് 360 ഡിഗ്രി ആണ്. അപ്പം 5 വശം വരക്കാൻ വേണ്ടിയിട്ട് ഇതിന് 5 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 72 ഡിഗ്രി എന്ന് കിട്ടും. നമ്മൾ ഇങ്ങോട്ട് എടുത്തെടുത്ത് പോകേണ്ട എത്രയാണ്, 72 ഡിഗ്രിയാണ്. അപ്പം ഇങ്ങനെ നേരെ നമ്മുടെ ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ശരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 90 ഡിഗ്രിയിൽ നിന്ന് ഈ 72 ഡിഗ്രി കുറച്ചിട്ട് കിട്ടുന്ന ആ ഒരു ആംഗിൾ 18 ഡിഗ്രി എന്ന് കിട്ടും. അത് ആദ്യം ഇവിടെ എടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈന് കിട്ടും. ആ ലൈന് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പിന്നെ 72 ഡിഗ്രി ഇങ്ങനെ വരച്ചു പോവാം. ഇവിടെ നിന്ന് ഒരു 72 ഡിഗ്രി ഇങ്ങനെ കിട്ടും, പിന്നെ ഇങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും അല്ലേ. 72 ഡിഗ്രി എടുത്തെടുത്ത് ഇങ്ങനെ 5 ലൈൻസ് നിങ്ങൾക്ക് വരക്കാൻ കിട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ആ ഓരോ പോയിന്റ്സ് ഇങ്ങനെ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് കിട്ടും, ഡയറക്റ്റ് നേരെയുള്ള ഒരു 5 ഷേപ്പുള്ള 5 സൈഡുള്ള ഷേപ്പ് കിട്ടും കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ലൈൻസ് ഒക്കെ ഇങ്ങോട്ട് ഇറേസ് ചെയ്ത് കളയാം, മായ്ച്ച് കളയാം. അതുപോലെ തന്നെ ഈ സർക്കിളും മായ്ച്ച് കളയാം. അപ്പം നമുക്ക് ആ ഷേപ്പ് കിട്ടി. ഇനി നോക്കുക, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലോട്ട് ഒരു ലൈൻ ഉണ്ട്. ആ ലൈന് വരക്കുക, ഇങ്ങനെ വരും. ഇനി ഇവിടുന്ന് തന്നെ ഇങ്ങോട്ടൊരു ലൈൻ ഉണ്ട്, അത് ഇങ്ങോട്ട് വരക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു ലൈൻ, ഇതും നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈന്, ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ ഉണ്ട്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈന്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ ഉണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാർ കിട്ടി. ഇനി എന്താ ചെയ്തിട്ടുള്ളത്, ഇവിടെ കിട്ടിയ ഈ ഒരു ഷേപ്പ്, അതും ഒരു 5 സൈഡുള്ള നമ്മുടെ ഈ ഒരു ഷേപ്പ് പോലെ തന്നെയുള്ള ഒരു ഷേപ്പാണ്. അപ്പം അതെന്ത് ചെയ്തു, റെഡിൽ കളർ ചെയ്തു. ഓക്കെ, അതാണ് ആ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ എന്ത് ചെയ്തു, ഈ സ്റ്റാറിന്റെ ബാക്കി ഇത് അതിനെ യെല്ലോ കളർ ചെയ്തു. ബാക്കി വരുന്ന ഇത് എന്ത് ചെയ്തു, ഗ്രീൻ കളറും ചെയ്തു. ഇതാണ് ആക്ച്വലി ആ ഒരു പിക്ചർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ടൊന്ന് നോക്കിയാൽ നമുക്ക് ആ ഒരു പിക്ചറിനെ ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു പിക്ചറും സെയിം വേയിലൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പിക്ചർ തന്നെ പല രീതിയിൽ ചെയ്യാട്ടോ, അതിലൊരു വഴി മാത്രമാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമുക്കൊരു സർക്കിൾ ഉണ്ട്. ആ ഒരു സർക്കിളിൽ 5 പോയിന്റാണ് ഉള്ളത്. അതാദ്യം നമുക്ക് ചെയ്യാം. അതായത് സർക്കിൾ വരയ്ക്കുക, അതിനൊരു കേന്ദ്രം ഉണ്ട്, അവിടെ നിന്നൊരു റേഡിയസ് വരയ്ക്കുക. 5 പോയിന്റാണ് നമുക്ക് വേണ്ടത്. അതായത് ടോട്ടലിനെ നമ്മൾ 5 കൊണ്ട് ഹരിക്കുന്നു, which is equal to 72. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 90 ന്ന് 72 കുറച്ചാൽ കിട്ടുന്ന ആ ഒരു ആംഗിൾ 18 ഡിഗ്രി ആദ്യം ഇവിടെ എടുത്തു കൊടുക്കുക. അതിവിടെ 18 ഡിഗ്രി ഉണ്ടാവും. ഈ കിട്ടിയ ഈ ലൈനിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇനി 72 ഡിഗ്രി വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 72 ഇങ്ങനെ 5 ലൈൻസ് കിട്ടും. ഓക്കെ, ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇങ്ങോട്ട് വരക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, 5 സൈഡുള്ള ആ ഒരു ഷേപ്പിലോട്ട് വരക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് തന്നെ നമുക്ക് വരക്കാം. എങ്ങനെയാ, ഈ ഒരു കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈനാണ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു ലൈൻസ് വേണമെന്നില്ല. അതായത് നമുക്ക് ഇവിടെ പോയിന്റ് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് കിട്ടിയ ലൈനുകൾ ഉണ്ടല്ലോ, അത് പോയിന്റ് ചെയ്ത് മാത്രം വേണമെങ്കിലും വെക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഇതൊക്കെയാണ് കളയാട്ടോ. അപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടൊരു ലൈന്. ഓക്കെ, ഇങ്ങോട്ടൊരു ലൈന്. ഇനി അവിടുന്ന് തന്നെ ഇങ്ങോട്ടൊരു ലൈന്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈന്, പിന്നെ ഇങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ട്, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പം നമുക്ക് ഉള്ളിലും ലൈൻസ് ഉള്ള ഒരു
സ്റ്റാർ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ലൈന് ഈ ലൈന് ഈ ലൈന് ഈ ലൈന് ഈ ലൈന് അതങ്ങോട്ട് മായ്ച്ച് കളയണം. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മായ്ച്ചാൽ മായും. ഞാനത് ഡിജിറ്റലി ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ആഴ്ചക്ക് വരക്കുന്നത്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ തൊട്ട് ഇവിടെയുള്ള ഈ ലൈന് എന്ത് ചെയ്താൽ മതി, ട്രേസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഞാൻ അവിടെ ജസ്റ്റ് പോയിന്റ് ഇട്ടിട്ട് ഞാനൊന്ന് ട്രേസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റാറിനെ. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങനെയാണല്ലോ സ്റ്റാർ ഇരിക്കുന്നത്. ഏകദേശം രൂപ കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു പോയിന്റിന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങോട്ടൊരു ലൈന്, ഇങ്ങോട്ടൊരു ലൈന്, ഇങ്ങോട്ടൊരു ലൈന്, ഇങ്ങോട്ടൊരു ലൈന്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈന്, ഇങ്ങോട്ടൊരു ലൈന്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അതായത് ഇതിന്റെ ഉള്ളിൽ എന്ത് കിട്ടി? ഒരു സ്റ്റാർ കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ ലൈനും ഈ ലൈനും ഈ ലൈനും എന്ത് ചെയ്യുക? എറേസ് ചെയ്ത് കളയാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവിടെ ഒരു സ്റ്റാർ കിട്ടും. നിങ്ങൾ വരക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ വരക്കാത്തത്. അപ്പോൾ നമുക്കൊരു സ്റ്റാർ കിട്ടും അവിടെ. അപ്പോൾ എന്ത് ചെയ്യുക? ഉള്ളിലത്തെ സ്റ്റാറിനെ റെഡ് കളർ ചെയ്യുക, പുറത്തത്തെ ഈ സ്റ്റാറിനെ യെല്ലോ കളർ ചെയ്യുക, പുറത്തുള്ള ഈ ഒരു സർക്കിളിന്റെ ബാക്കി ഭാഗങ്ങൾ ബ്ലൂ കളറിൽ കളർ ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഒരു ചിത്രം. ചിത്രത്തിൽ കാണുന്ന ഈ ഒരു ഫിഗർ വരയ്ക്കാൻ വളരെ ഈസിയാണ്. അതിനെ കളർ ചെയ്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നും, പക്ഷെ വളരെ ഈസിയാണ്. അതായത് ഇവിടെ പുറത്ത് കാണുന്നത് 6 സൈഡുള്ള ഒരു ഷേപ്പാണല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിൾ നമ്മൾ ഇനി 6 ഭാഗമാക്കണം. അതായത് 360 ടോട്ടലിനെ 6 ഭാഗമാക്കിയാൽ ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. എന്ത് ചെയ്യുക? സെൻറ്ററിൽ നിന്ന് റേഡിയസ് വരയ്ക്കുക, എന്നിട്ട് ഇങ്ങോട്ട് 60 ഡിഗ്രി എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ലൈൻ വരയ്ക്കുക, പിന്നെയും ലൈൻ വരയ്ക്കുക, പിന്നെയും ലൈൻ വരയ്ക്കുക. അതൊക്കെ എത്രയാണ്? 60 ഡിഗ്രി വീതം കേട്ടോ. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 ലൈൻസ് കിട്ടും ഇങ്ങനെ. ഇനി ഇതെന്ത് ചെയ്യുക? യോജിപ്പിക്കുക. യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ ആയിട്ടുള്ള ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും. കൃത്യമായിട്ട് വരക്കണം കേട്ടോ. ഇനി എന്ത് ചെയ്യുക? ഈ സർക്കിൾ നമുക്ക് മായ്ച്ച് കളയാം. അതുപോലെ തന്നെ ഈ ഒരു ലൈൻസ് നമുക്ക് മായ്ച്ച് കളയാം. ഈ ഒരു ഷേപ്പ് കിട്ടി. ഓക്കെ, ആ ഷേപ്പ് ഞാൻ ഒന്ന് ഇവിടെ വരക്കുന്നുണ്ട് നേരെ. ഞാൻ ഷേപ്പ് ഇട്ടോ. ഇതിൻ്റെ കോർണേഴ്സ് ഇവിടെ, 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 ഇവിടെ. ഓക്കെ, ദെൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈനാണ്, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈനാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് നേരെ താഴോട്ട് ലൈൻ വരക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരക്കുന്നു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടുമാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ലൈൻ വരച്ചു. ഇതാണ് ആക്ച്വലി ആ ഷേപ്പ്. ഇനി എന്ത് ചെയ്യുന്നു? ഇവിടെ പച്ച കളർ ഗ്രീൻ കൊടുക്കുന്നു. ഓക്കെ, ഈ ഒരു കോർണേഴ്സിൽ. പിന്നെ ഇവിടെ യെല്ലോ കൊടുക്കുന്നു, മഞ്ഞ. നടുക്ക് ബ്ലൂവും കളർ ചെയ്യുന്നു. അതാണ് അപ്പോൾ ഈ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന പിക്ചർ വളരെ ഈസിയാണ്. അതിനെ ഒന്ന് കളർ ചെയ്ത് ഒരു 3D എഫക്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് തോന്നുന്ന മാത്രമാണ്. അതായത് ഇവിടെ പുറത്തുള്ള ഒരു ഷേപ്പ് എന്ന് പറയുന്നത് നോക്കൂ, 1 2 3 4 5 6 7 8 8 വശമുള്ളൊരു ഷേപ്പാണ്. അത് നമുക്ക് വരയ്ക്കാൻ കഴിയും. വൃത്തം വരയ്ക്കുക, കേന്ദ്രം അടയാളപ്പെടുത്തുക, റേഡിയസ് അടയാളപ്പെടുത്തുക, എന്നിട്ട് എന്ത് ചെയ്യാം? 8 വശമാണെങ്കിൽ 360 ഹരിക്കണം 8 ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ആംഗിൾ 45 ഡിഗ്രി എന്ന് കിട്ടും. ഇത് ചെരിയാതിരിക്കാൻ വേണ്ടിയിട്ട് 90 45 കുറക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വരിക? 5 45 തന്നെ. അതായത് ആദ്യം ഒരു 45. ഇത് അതായത് 45 ഇവിടെയും കിട്ടിയ കാരണം എന്താണ്? ഇവിടെ ചെരിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അതായത് ഇവിടെ 45 എടുത്തത് മായ്ക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് ഇനിയും വരയ്ക്കാനുള്ള ആംഗിൾ എത്ര തന്നെയാണ്? 45 തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? 45 വരയ്ക്കുക,
ഇങ്ങനെ അങ്ങനെ വരച്ച് വരച്ച് എന്ത് കിട്ടും നിങ്ങൾക്ക്? എന്താണ് ഈ ഒരു വൃത്തത്തിൽ 8 ലൈൻസ് ഇങ്ങനെ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? അത് യോജിപ്പിക്കുക. ഓക്കെ, യോജിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു എന്തായിരിക്കും? 8 വശമുള്ളൊരു ഷേപ്പ് ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വശം കണ്ടോ, ഈ ഒരു വശം തന്നെയാണ് എന്ത്? ഈ കാണുന്ന ലെങ്ത്തും അതുപോലെ തന്നെ ഈ കാണുന്ന ലെങ്ത്തും. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇങ്ങോട്ട് ആ ലെങ്ത്തിൽ പെർപെൻഡിക്കുലർ ആയിട്ട് 2 വര, ഈ 2 വര വരക്കണം. അതായത് ഇത് ബേസ് ലൈൻ ആക്കിക്കൊണ്ട് ഇങ്ങോട്ടൊരു 90 ഡിഗ്രിയും ഇങ്ങോട്ടൊരു 90 ഡിഗ്രിയും എടുത്തിട്ട് ഇങ്ങോട്ടൊരു ലൈൻ വരക്കണം. ആ ലൈനിന്റെ നീളം എന്ന് പറയുന്നത് ദാ ഈ ലൈനാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? കോമ്പസിൽ ഈ ഒരു ലൈൻ എടുക്കുക. ഇവിടെ പോയിന്റഡ് ഭാഗം, ആ കുത്തുന്ന ഭാഗം ഇവിടെ കുത്തുക. എന്നിട്ട് പെൻസിൽ ഇത്രയും ഭാഗത്തോട്ട് വിടർത്തി വെക്കുക. ആ ഒരു നീളം തെറ്റാതെ എന്ത് ചെയ്യുക? വെക്കുക. എന്നിട്ട് ഇവിടെ നമ്മുടെ പ്രൊട്രാക്ടർ വെക്കുക. എന്നിട്ട് ഈ ഭാഗത്ത് 0 വരുന്നത് മുകളിലാണോ താഴെയാണോ നോക്കിയിട്ട്, അത് ഏതാണെങ്കിലും പ്രശ്നമല്ല, കാരണം നമ്മൾ 90 ഡിഗ്രിയാണ് എടുക്കുന്നത്. നമ്മുടെ പ്രൊട്രാക്ടറിന്റെ നേരെ മുകളിലുള്ള 90 ഡിഗ്രീൻ്റെ അവിടെ എന്ത് ചെയ്യുക? ഒരു കുത്തിടുക. അതേപോലെ തന്നെയാണ് ഇവിടെയും കുത്തിടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു കോർണറിൽ നിന്ന് നേരെ ഡയറക്റ്റ് മുകളിലോട്ട് ആ ഒരു ലൈൻ വരക്കുക. അപ്പം നമുക്ക് 90 ഡിഗ്രി കിട്ടി. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? ഈ ലെങ്ത് നമ്മൾ കോമക്സിൽ എടുത്ത് വെച്ചിട്ടുള്ളത് ആ ഒരു പോയിന്റഡ് സാധനം, ആ ഒരു എഡ്ജ് ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് ഇങ്ങോട്ട് വരക്കുക. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരക്കുക. അപ്പം നമുക്ക് ആ സെയിം ലെങ്ത് ഇവിടെ കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ബാക്കി ഭാഗം വരുന്നത് മായ്ച്ച് കളയുക. ഓക്കെ, ഞാൻ ആ സെയിം ലെങ്ത് ഉള്ള ആ ഒരു ലൈൻ ഇപ്പോൾ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കിട്ടുക. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് 2 പോയിന്റ് ഉണ്ട് അല്ലേ? ആ പോയിന്റിലോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരക്കുക. അതുപോലെ തന്നെ ഇത് രണ്ടും നേരെ കൂട്ടിമുട്ടിക്കുക. അതുപോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതൊരു ലൈറ്റ് ഷെയ്ഡ് കൊണ്ട് കളർ ചെയ്യുക. ഈ 3 ഭാഗവും ഇങ്ങനെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊണ്ട് കളർ ചെയ്താൽ നമുക്ക് ആ ഒരു 3D ഇമേജ് കിട്ടുന്നതാണ്. ഇതുവരെ പറഞ്ഞിട്ടുള്ള പാറ്റേൺസ് നിങ്ങൾ വരച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.